ലാലാണ്. ഹലോ സാറേ, ലാലേട്ടാ, എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ്. ഞാനത് അതൊന്നും കുഴപ്പമില്ല, നോ പ്രോബ്ലം. അത് കഴിഞ്ഞ കാര്യമല്ലേ? അതെ, എന്നാലും ഞാൻ ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കത്തിയൊരു സംഭവമായിരുന്നു. മോഹൻലാലിന്റെ കണ്ണിൽ മൈക്ക് കൊണ്ടു. റിപ്പോർട്ടറുടെ മൈക്ക് മോഹൻലാലിന്റെ കണ്ണിൽ കൊണ്ടു. പുരികത്ത് കൊള്ളാനുള്ളത് കണ്ണിൽ കൊണ്ട് തെറിച്ചെന്നാണ് ലാലേട്ടൻ്റെ പറ്റിയുള്ള വിശദീകരണം. ഏതായാലും ലാലേട്ടൻ ആ റിപ്പോർട്ടറെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. വളരെ കുഴപ്പമൊന്നുമില്ല എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു ഫോൺ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ആ റിപ്പോർട്ടർക്ക് സമാധാനമായി കാണും. ഇനി ഈ വിഷയത്തെപ്പറ്റി അറിയാൻ വയ്യാത്തൊരാരുമില്ലല്ലോ. ഇന്നലെ മോഹൻലാലിൻ്റെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മോഹൻലാലിൻ്റെ മകളുടെ സിനിമാ പ്രവേശവുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് മോഹൻലാലിന് പറയാനുള്ളത് എന്ന് മാധ്യമങ്ങൾ ഇടിച്ചു കയറി ചോദിച്ചു. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, എനിക്ക് ഇതിനെപ്പറ്റി എല്ലാവരെങ്കിലും സംശയിക്കാം, മോഹൻലാലല്ലേ ഇത് പുറത്തു വിട്ടത്, പിന്നെ മോഹൻലാലിന് അറിയാൻ വയ്യാത്ത കാര്യമാണോ എന്ന് ചോദിക്കാം. ഇതിവരുടെയൊക്കെ സോഷ്യൽ മീഡിയ എന്തോന്ന് നമ്മളിവിടെ ഇരുന്ന് കുത്തിയിടുന്ന് സമയമുള്ള നമ്മളെല്ലാവരും കൂടെ കുത്തിയിരുന്നിടുന്നത് പോലല്ല. അവരെ സംബന്ധിച്ച് അതിന് അവർ ഓരോരുത്തരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് മോഹൻലാൽ ഫംഗ്ഷൻ കയറുന്നതിന് മുമ്പായിട്ട് ചോദിച്ചു, ഇത് ഇടട്ടേന്ന് ചോദിച്ചു, ഇടാൻ പറഞ്ഞു എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അതിനുശേഷം അത് പറഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്ന് പഠിച്ചതിന് ശേഷം അതിനെപ്പറ്റി പറയാം എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. മോഹൻലാലിൻ്റെ മകളുടെ സിനിമാ പ്രവേശനവുമായിട്ട് വരുന്നത് അദ്ദേഹത്തിന് വേറെ എന്ത് പറയാൻ പറ്റും? കഥയും തിരക്കഥയൊന്നും അദ്ദേഹത്തിൻ്റെ അല്ല. മകള് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു, സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിൽ കൂടെ ഒന്നും പറയാനില്ല. ഏതായാലും മാധ്യമങ്ങൾക്ക് വാർത്ത കിട്ടാൻ വേണ്ടിയാണ്. എന്തും മാത്രം മാധ്യമങ്ങളല്ലേ, 24 മണിക്കൂറും വാർത്താ ചാനലുകളാണ്. അതിൻ്റെ ഒരു തള്ളിക്കയറ്റം അവിടെ ഉണ്ടാകുകയും ഇടിച്ചു കയറി 24 ന്യൂസിൻ്റെ ചാനലാണെന്ന് തോന്നുന്നു മോഹൻലാലിൻ്റെ മുഖത്തോട്ട് മൈക്ക് വയ്ക്കുകയും അത് തട്ടി കണ്ണിക്കൊള്ളുകയൊക്കെ ചെയ്തു. ഏതായാലും ആ സമയത്ത് ലാലേട്ടൻ പറയുന്നുണ്ട്, എന്താ മോനെ ഇത് എന്ന്. മോഹൻലാലിൻ്റെ ശൈലി മോഹൻലാൽ ചോദിക്കുന്നുണ്ട്. പിന്നെ കാറിനകത്ത് കയറിയിട്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ വീഡിയോ ഇന്നലെ പെട്ടെന്ന് വൈറലാവുകയും ചെയ്യും. എന്താണ് മോനെ ഇതൊക്കെ? ഈ കണ്ണു പിന്നെ പുള്ളിയുടെ മുഖത്തേറി കൊണ്ട് കണ്ണി കയറി കൊണ്ട് ഏതായാലും ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയ ആകെപ്പാടെ മോഹൻലാലിന് അനുകൂലമായി ചിന്തിച്ചു. ആരാധകർ ഈ റിപ്പോർട്ടർ ചെയ്ത് വിളിക്കും. ഞാൻ അന്നേരം വിചാരിച്ചു ഈ റിപ്പോർട്ടർ അവസ്ഥ എന്തായിരിക്കും അല്ലേ, എല്ലാ മാധ്യമങ്ങളും പുള്ളിക്കെതിരെ നീങ്ങുമെന്നുള്ള 100% ഉറപ്പാണ്. കാരണം എന്തായിരിക്കാം, അവർക്ക് വാർത്ത കിട്ടാതെ ഇവന് എന്തിനു ഇടിച്ചു കയറിപ്പോയെ, ഇവന് വാർത്ത കിട്ടിയിരുന്നെങ്കിൽ അതൊരു പ്രശ്നമാവും. ഈ വാർത്തയില്ലേ, ഈ വാർത്തകൾക്ക് വേണ്ടിയുള്ള ഇടി തന്നെയാണ് ഉണ്ടാകുന്നത്. പാവം റിപ്പോർട്ടർ എന്ത് പേടിച്ചല്ലേ. ഒരു റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ടർ, പത്രക്കാരെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ടാണ് ഏറ്റവും അത്യാവശ്യം. അത് ആർക്കും കിട്ടാത്ത ഒരു റിപ്പോർട്ട് താൻ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് അവന് തന്നെ ആയിരിക്കും. അതിനു വേണ്ടിയാണ്, ജീവിക്കാൻ വേണ്ടിയാണ് ഈ റിപ്പോർട്ടർ, പത്രക്കാരായാലും പോലീസുകാരായാലും എല്ലാവരും പാടുപെടുന്നത്. അപ്പോൾ ഇതിനിടയിൽ പാവം ആകെപ്പാടെ പ്രശ്നമായി. സോഷ്യൽ മീഡിയയിൽ ആകെപ്പാടെ മോഹൻലാലിന് അനുകൂലമായിട്ടിരുന്നു. മോഹൻലാൽ ആരാധകർ വല്ലതൊക്കെ ചീത്ത വിളിച്ച് കാണുമായിരിക്കാം. ഏതായാലും ആ റിപ്പോർട്ടർ ആകെപ്പാടെ വിഷമിച്ചു പോയി. ആ റിപ്പോർട്ടർ മോഹൻലാലിൻ്റെ അടുത്ത സുഹൃത്ത് മുഖേന പുള്ളിയായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പം മോഹൻലാൽ പറയുന്നുണ്ട്, വിളിക്കാൻ നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മോഹൻലാലിൻ്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നു. നമുക്കതും കൂടെ ഒന്ന് കേൾക്കാം. ഹലോ സാറേ, ലാലേട്ടാ, എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ്. ഞാനത് അതൊന്നും കുഴപ്പമില്ല, നോ പ്രോബ്ലം. അത് കഴിഞ്ഞ കാര്യമല്ലേ? അതെ, എന്നാലും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അതെ, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് ഇത് എന്തറിയാമോ, നമ്മളെ ഒരു 5 മണിക്കോ അല്ലെ 6 മണിക്കോ ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു, നമ്മൾ ഇട്ടോളാൻ പറയുന്നു. അതിന് ഫംഗ്ഷന് കയറുന്നു. അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വരുന്നത് എനിക്കറിയില്ല. പറഞ്ഞാത്തൊരു കാര്യം സംസാരിക്കുന്നു. അത് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു. അതെ അതെ, ഞാൻ ആ ഒരു ആവേശത്തിന് വെച്ചു പോയത്, മൈക്ക് വെച്ചു പോയത്. അപ്പൊ അതായത് പുലികറ്റ് കൊള്ളാവുന്ന തല്ലിക്കൊള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആവേശത്തിന് മൈക്ക് വെച്ചായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് മാധ്യമം അങ്ങനെയല്ലോ. അപ്പൊ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കയറി പിടിച്ച് ഇത്രയേ ഉള്ളൂ, വേറെ എന്ത്. അതെ അതെ, കൈ ലോക്കായി. ഓക്കെ, താങ്ക് യു. ഞാൻ പക്ഷെ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു മിനിറ്റ്. ആ റിപ്പോർട്ടർക്ക് വിളിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ അങ്ങോട്ട് ആവശ്യപ്പെട്ടാണ്. മോഹൻലാലാണ് അങ്ങോട്ട് വിളിക്കുന്നത്. മോഹൻലാലിൻ്റെ ഒരു ആൾ മുഖേന വിളിക്കുന്നു, റിപ്പോർട്ടർ സംസാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും അവർക്ക് കിട്ടിയില്ല, അപ്പോൾ നിങ്ങളെ പിടിച്ചു എന്നുള്ള ആ കറക്റ്റ് ഡയലോഗ് തന്നെയാണ്. കാരണം മാധ്യമങ്ങൾക്ക് വേറെ ഒന്നും കിട്ടാതെ വരുമ്പോഴത്തേനും മറ്റുള്ളവരുടെ പുറത്താണ് കയറുന്നത്. സാധാരണ കേസ് ലാലേട്ടനൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ് ഈ മാധ്യമ റിപ്പോർട്ട്. കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പല വിഷയങ്ങൾ വന്നപ്പോഴും മോഹൻലാലിനെ ആവശ്യമില്ലാതെ ഇതിനകത്ത് മാധ്യമങ്ങൾ അറിഞ്ഞോ അറിയാതെ അവർക്ക് കണ്ടന്റ് കിട്ടാതെ വരുമ്പോൾ മോഹൻലാലിനെ നിരന്തരമായി വേട്ടയടിക്കേണ്ടുന്ന വ്യക്തിയായിരുന്നു. അപ്പം അത് തന്നെയായിരിക്കും മോഹൻലാൽ ഉദ്ദേശിച്ച. വേറെ ഒന്നും കിട്ടാതെ അവർക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളെ പിടിച്ചു എന്നേ ഉള്ളൂ. അത് സ്ഥിരമായിട്ട് ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് തീഞ്ഞൊരു മാധ്യമ പ്രവർത്തനം കിട്ടി എന്നുള്ളതാണ്. ഏതായാലും പുള്ളിക്ക് പൊങ്കാല തന്നെയായിരുന്നു. ഏതായാലും ഈ വാർത്തകൾ പുറത്ത് വന്നിട്ടുണ്ട്, ഈ വീഡിയോ പുറത്ത് വന്നിട്ട്, അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ സോൾവ് ആകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ലാലേട്ടൻ്റെ ക്ഷമയെ പറ്റി എല്ലാവരും ഒന്നും പറഞ്ഞു. കാരണം അല്പനേരം പോലും ഒന്ന് ദേഷ്യപ്പെടുകയോ മോഹം കറക്കുകയോ ഒന്നും ചെയ്തില്ല. വളരെ കൂളായിട്ട് കയറി പോകുന്ന ലാലേട്ടനെ കണ്ടു. പക്ഷേ ലാലേട്ടൻ്റെ തല നന്നായി വേദനിച്ചു, അവിടെ ഇട്ട് തിഴുമുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ പോലെ കണ്ണി കൊള്ളേണ്ടത് പുരികത്ത് കൊള്ളേണ്ടത് കണ്ണി കൊണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു തമാശ രീതിയിലാണ് ലാലേട്ടൻ പറഞ്ഞത്. ആ സ്ഥാനത്ത് മറ്റു പലരുമാണെങ്കിൽ പല വ്യക്തികളെ പറ്റി ആൾക്കാർ പറയുന്നത് കേട്ടു. മറ്റു പലരുമായിരുന്നു എന്തായിരിക്കാം പുകിലല്ലേ, സിനിമയിൽ തന്നെ ഉള്ളവരായാലും മതി, അല്ലെങ്കിൽ പുറത്ത് നിന്നാരെങ്കിലും നല്ല രാഷ്ട്രീയക്കാരായാലും മതി, എന്തായിരിക്കും അവസ്ഥ, എന്തായിരിക്കും പുകിലല്ലേ. ആ സ്ഥാനത്ത് ലാലേട്ടൻ വളരെ കൂളായിട്ട് പ്രതികരിച്ച് പോകുന്ന ലാലേട്ടനെയാണ് കണ്ടത്. അത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ എപ്പോഴും ലാലേട്ടനെ പറ്റി അപവാദം പറയുന്നവരോ അദ്ദേഹത്തെ വിമർശിക്കുന്നവരൊക്കെ ഇത് സത്യം പറഞ്ഞാൽ ഇത് കണ്ടുപഠിക്കണം. ആൾക്കാരോട് എങ്ങനെ പെരുമാറുന്നു, ആ പെരുമാറുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന് തിരിച്ച് അതിനുള്ള ബഹുമാനം കിട്ടും. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാരും അസൂയപ്പെട്ടിട്ടോ കുശും വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഏതായാലും ആ റിപ്പോർട്ടർക്ക് സമാധാനമായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തുവരെ. ഓക്കെ, ബൈ.